സ്വാതന്ത്ര്യ കുറച്ചൊന്ന് സ്ഥലം മാറിയെന്നേ ഉള്ളൂ. ഇക്കുറിയും ഭഗവതി ഏജൻസിയിലാണ് ബമ്പർ അടിച്ചിരിക്കുന്നത്. അതെ സുജ, ഇത്തവണയും ഭഗവതി ഏജൻസിയിൽ തന്നെയാണ്. നമ്മൾ ഈ ടിക്കറ്റ് നറുക്കെടുക്കുന്ന സമയത്ത് അവർ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. നമുക്കിപ്പോൾ വിവരങ്ങൾ ആ കടയിലെ ചേട്ടനോട് തന്നെ ചോദിക്കാമെന്ന് തോന്നുന്നു. ഇപ്പം ഇത് എവിടെ നിന്നായിരിക്കും ശരിക്കും വിറ്റത്? ഇതിപ്പോൾ എവിടെ? സംഭവം നമ്മുടെ എറണാകുളത്ത് വൈറ്റില ഷോപ്പിൽ നിന്നാണ് വിറ്റിരിക്കുന്നത്. ഹോൾസെയിൽ നിന്നാണ് വിറ്റിട്ടുള്ളത്. അപ്പം ആർക്ക് വിറ്റ് എപ്പോൾ വിറ്റെന്നൊക്കെ ഇനി നോക്കി അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പം ആറ്റിങ്ങൽ നിന്നാണ് എറണാകുളത്ത് വൈറ്റിലയിലെ കടയിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് പിന്നെ ആരെങ്കിലും എടുത്തു എന്നാണോ? അതെ, കാരണം ആറ്റിങ്ങൽ ഹെഡ് ഓഫീസാണ്. നമ്മുടെ എല്ലാ ടിക്കറ്റിലും വരുന്നത് ആദ്യം ആറ്റിങ്ങലാണ് വരുന്നത്. ആറ്റിങ്ങിൽ വന്ന് അവിടെ സ്റ്റാഫ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഷോപ്പിലോട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുത്തതിൽ എറണാകുളത്ത് പോയ ടിക്കറ്റാണ് ഇപ്പോൾ ഫസ്റ്റ് അടിച്ചിട്ടുള്ളത്. എറണാകുളത്തെ വൈറ്റിലയിലുള്ള ഹോൾസെയിൽ കടയിലേക്കാണ് ടിക്കറ്റ്? അതെ, എറണാകുളത്തുള്ള വൈറ്റിൽ ഹോൾസെയിലോട്ടാണ് ടിക്കറ്റ് പോയിരിക്കുന്നത്. അവിടെ നിന്ന് മറ്റ് ആളുകൾ വന്ന് ചെറിയ കടകളിലേക്ക് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അതെ, ഇതേപോലെ തന്നെയാണ് ഹോൾസെയിൽ ഉള്ളത്. ഹോൾസെയിലിൽ സാധാരണപ്പെട്ട ആൾക്കാർ എടുക്കാറുണ്ട്, ബൾക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്, കടകളിലേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പം എറണാകുളത്ത് എടുത്ത് തിരുവനന്തപുരം കൊണ്ടുവയ്ക്കാം, കാസർഗോഡ് വയ്ക്കാം, കണ്ണൂർ കൊണ്ടുവയ്ക്കാം. അത് തിരുവനന്തപുരം ജില്ലയിൽ വിറ്റ ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത് എന്നൊരു വിവരമാണ് പുറത്ത്. അത് കാരണം തിരുവനന്തപുരത്തേക്ക് കൊടുത്ത ടിക്കറ്റാണത്. അപ്പോൾ ആ ടിക്കറ്റാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ 14 ജില്ലയും കവർ ചെയ്യാറുണ്ട്. കണ്ണൂരും കാസർഗോഡും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ തിരുവനന്തപുരം ടിക്കറ്റ് തന്നെ കൊണ്ട് എറണാകുളത്ത് വിറ്റിട്ടുണ്ട്, എറണാകുളം ടിക്കറ്റ് ഇവിടെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഷഫ്ലിംഗ് ഉണ്ടാവും എപ്പോഴും. നമുക്ക് ഈ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ളൊരു മാർഗ്ഗം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമോ എവിടെയാണ് വിറ്റതെന്ന്? ഹോൾസെയിൽ ആയതുകൊണ്ട് ഇത് ആര് വിറ്റ് എന്നുള്ള എളുപ്പം കിട്ടും, അത് കിട്ടാവുന്നതാണ്. കാരണം അത് DC നോക്കുമ്പോൾ തന്നെ ആരാണ് വിറ്റതെന്ന്. തങ്കരാജ് എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണ്. ആ തങ്കരാജ് സാറ് ഏജന്റാണ്, മെയിൻ നമ്മുടെ ഓണറാണ്. ആ പുള്ളി എടുത്ത ടിക്കറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഹോൾസെയിൽ വിൽക്കുമ്പോൾ ഈ കസ്റ്റമർ എടുക്കാറുണ്ട്, കടകളിൽ നിന്ന് കസ്റ്റമർ ഒന്ന് എടുക്കാറുണ്ട് അവർക്ക് വിൽക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് ആർക്കാണ് വിറ്റതെന്നുള്ള അപ്പം അറിയാൻ പറ്റും. കണ്ടെത്തേണ്ടത് സ്വാതന്ത്ര്യ. അപ്പോൾ വൈറ്റിലേക്ക് നമുക്ക് വണ്ടി കയറേണ്ടി വരും. നമ്മുടെ തൊട്ടടുത്താണ്, കൊച്ചിയിൽ തന്നെ ആ ഭാഗ്യവാൻ കിടന്ന് കറങ്ങുന്നുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പാലക്കാട്ടെ ഏജന്റ്, ആറ്റിങ്ങലിലെ ഏജൻസി അത് വൈറ്റിലയിലേക്ക് പോകുന്നു. ഹോൾസെയിലായി അവിടെ നിന്ന് വിറ്റിരിക്കുന്ന ടിക്കറ്റ് അത് ഏത് സബ് സെന്ററിലേക്കാണ് പോയത് എന്നതാണ് അറിയേണ്ടത്. ഭാഗ്യവാൻ ആരായിരിക്കുമെന്ന ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ്. സുനിഷായലൂർ, ഈ ടിക്കറ്റ് എങ്ങനെയൊക്കെ കറങ്ങിയാണ് ആ ഭാഗ്യവാന്റെ കയ്യിലെത്തിയതെന്ന് കണ്ടില്ലേ? അതാണ് സുജയ. ഏതായാലും കോടീശ്വരൻ എവിടേക്ക് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ആര് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ ഇക്ബാൽ പറഞ്ഞതുപോലെ പാലക്കാട്ടെ ഏജന്റ് തങ്കരാജ് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ എന്ന് മനസ്സിലായി കഴിഞ്ഞു. അത് ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയിൽ നിന്ന് പോകുന്നു. പിന്നാലെ തന്നെ വൈറ്റിലയിലുള്ള, എനിക്ക് തോന്നുന്നു വൈറ്റിലയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഈ ബമ്പർ അടിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ആരിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം പല ജില്ലകളിലും ഓരോ ജില്ലകളുടെ പേരിൽ തന്നെ ഇത് വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമുക്ക് പാലക്കാട്ടെ ടിക്കറ്റ് വാങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എവിടെ നിന്ന് വാങ്ങിയതായിരിക്കും, ആർക്കായിരിക്കും ഈ ഭാഗ്യം, ആരായിരിക്കും 25 കോടിയുടെ ഭാഗ്യശാലി എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഉടൻ അറിഞ്ഞില്ല എങ്കിൽ പോലും പലരും പറയാൻ മടിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പറയുമോ ആരായിരിക്കുമെങ്കിൽ ഈ 25 കോടിയുടെ ഭാഗ്യശാലി എന്നൊക്കെ തന്നെയാണ് അറിയേണ്ടത്. അല്പസമയത്തിനകം തന്നെ അതിനൊരു വ്യക്തത വരുമെന്ന് കരുതുന്നു. സുനിഷ, ഇവിടെ സ്ഥിരമായിട്ട് എറണാകുളത്ത് നിന്ന് ടിക്കറ്റ് എടുക്കുന്ന മറഡോണയൊന്നും കാണാനുമില്ല. ഇനി അവർക്കെങ്ങാനും ആയിരിക്കുമോ അടിച്ചിട്ടുണ്ടാവുക? സുജ, സാധ്യത പറയാതെ പറ്റില്ല. കാരണം അവരോട് ചോദിക്കൂ, TH577825 തന്നെയാണോ ആ ടിക്കറ്റിന്റെ നമ്പർ എന്ന്. ഒരുപക്ഷെ മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ കിട്ടുണ്ണിയേട്ട അടിച്ചു എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനു മുന്നേ അവർ പോയതാണോ എന്നതുകൂടി നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും എറണാകുളംകാരെ കൂടുതൽ ശ്രദ്ധിച്ച് നോക്കട്ടെ, അവരുടെ ടിക്കറ്റ് തന്നെയാണോ ഇത് എന്നുള്ളത്. മറ്റുള്ള ആളുകളും അവിടെ നിന്ന് വാങ്ങി, നമ്മളൊക്കെ എറണാകുളത്ത് വന്ന് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ ആളുകളും. അപ്പോൾ അവർക്കെങ്ങാനും കിട്ടിയിട്ടുണ്ടോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ആ ടിക്കറ്റ് നമ്പർ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഒന്നാം സ്ഥാനം 25 കോടി രൂപയാണ് തിരുവോണം ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത്. വൈറ്റിലയിൽ വിറ്റ TH577825 കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റൊക്കെ ഒന്ന് എടുത്ത് ഒന്നുകൂടി ഒന്ന് നോക്കിക്കോളൂ. TH577825 എന്ന നമ്പറിലാണ് 25 കോടി രൂപ അടിച്ചിരിക്കുന്നത്. ഭഗവതി ഏജൻസീസ് വിറ്റ, വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റാണ്. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയുടെ സബ് സെന്ററിലേക്ക് കൊണ്ടുപോയ, ഹോൾസെയിൽ ആയി വിൽക്കുന്നതിന് കൊണ്ടുപോയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവതി ഏജൻസിക്ക് വീണ്ടും ഒരു സന്തോഷ നിമിഷമായി ഇത് മാറുകയാണല്ലേ സ്വാന്തന? അതെ സുജ, വീണ്ടും ഭഗവതി ഏജൻസിക്ക് ഒരു സന്തോഷ നിമിഷം തന്നെയാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവർക്ക് ഇതേപോലെ ഇവിടെ ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളോട് സംസാരിച്ച ആ ചേട്ടൻ ഭഗവതി ഏജൻസിയുടെ സ്റ്റാഫാണ്. അന്ന് ഒന്നാം സമ്മാനം അടിച്ച കഥയൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൈ കൊണ്ടാണ് ഒന്നാം സമ്മാനം എടുത്ത് കൊടുത്തത്. അപ്പോൾ വീണ്ടും ഭഗവതി ലോട്ടറീസിന് ഒരു സന്തോഷ ദിവസം കൂടി എത്തിയിരിക്കുകയാണ്. അതെ, നമുക്ക് ഈ അവസാനം അടുത്ത് 25 കോടി ഉൾപ്പെടെ 6 ബമ്പർ ഫസ്റ്റ് അടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 6ാമത്തെ തവണ, ഇതിപ്പോൾ 7ാമത് തവണ എങ്കിൽ. അപ്പോൾ 7 ബമ്പറാണ് ഫസ്റ്റ് അടിക്കുന്നത്. ഇപ്പം
അപ്പോൾ അന്നത്തെ അടിച്ചതിൻ്റെ ആ ഒരു പറയാം അത് ആ എക്സൈറ്റ്മെൻറ്റാണ് ഇപ്രാവശ്യം. എങ്കിൽ ഇപ്രാവശ്യം നമുക്ക് കിട്ടി, ദൈവം അനുഗ്രഹിച്ചു. ഭയങ്കര ടെൻഷനിലായിരുന്നു അല്ലേ ഇത് വരുന്നതിന് മുൻപ്? അതെ, കാരണം നമ്മൾ ടെൻഷനിലാണ്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നില്ല, റിസൾട്ട് കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും 2 മാസം കാലം പല പ്രതിസന്ധി ഉണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, പിന്നെ GSTയുടെ പ്രശ്നം വന്നപ്പോൾ ഇതെല്ലാം അഭിമുഖീകരിച്ചാണ് ടിക്കറ്റ് വിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ടിക്കറ്റ് വിൽക്കുമ്പോൾ ആ പ്രൈസ് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതിലുപരി സന്തോഷം. അത് വിറ്റ് എല്ലാ ടിക്കറ്റും വിറ്റ് പോകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെ, കാരണം കഴിഞ്ഞ മാസം 27-ാം വെച്ച് നറുക്കെടുപ്പാണത്. കാരണം സ്വാഭാവികം ആ സമയത്താണ് ശക്തമായ മഴ വന്നത്. മഴ വന്നപ്പോൾ ടിക്കറ്റ് പല ആൾക്കാരുടെ കയ്യിലും മിച്ചമാവുകയും ചെയ്യും, കൊണ്ടുവന്ന് വിൽക്കുന്നവർക്കെല്ലാം വലിയ ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഗവൺമെൻറ് ആ നടപടിയെടുത്തത്, റിസൾട്ട് മാറ്റിയൊക്കെ ഉണ്ടായി. ആ സമയത്ത് എല്ലാവർക്കും ടിക്കറ്റ് വിറ്റ് തീരാൻ പറ്റും. നമ്മൾ 12 മണി മുതൽ കടയുടെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ 12 മണിക്ക് ശേഷമാണ് കൂടുതൽ ആളുകളും ബമ്പർ ഉണ്ടോ ചോദിച്ച് വന്നത്. അത് ബമ്പറുകളുടെ ഒരു അവസാന